കൊച്ചിൻ കലാഭവൻ ഉണ്ടായ കഥ. വൈദികനായ ശേഷം റോമിൽ ഉപരിപഠനത്തിന് പോയ ഫാദർ ആബേൽ പത്രപ്രവർത്തനത്തിലും രാഷ്ട്രമീമാംസയിലും ഡോക്ടറേറ്റ് നേടി മടങ്ങിയെത്തി. എറണാകുളം അതിരൂപതയുടെ മെത്രാനായിരുന്ന കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമവും ഗാനങ്ങളും സുറിയാനിയിൽ നിന്നും ലളിത സുന്ദരമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുക എന്ന വലിയ ജോലി ആബേൽ അച്ഛന് നൽകി. മെത്രാന്റെ കൽപ്പന പ്രകാരം പള്ളിയുടെ ആവശ്യത്തിനായി 20-ൽ പരം പുസ്തകങ്ങൾ ആബേൽ അച്ഛൻ എഴുതി. പാട്ടുകുർബാന, ചരമഗീതങ്ങൾ, പരേതരരാസ, വാർഷിക ദിനാചരണം, തിരുനാൾ തിരുകർമ്മങ്ങൾ, വെഞ്ചിരിപ്പുകൾ, ഓശാന, വിഭൂതി, കുർബാന ഗീതങ്ങൾ, പ്രാർത്ഥനകൾ, ക്രിസ്മസ് ഗാനങ്ങൾ മുതലായ പള്ളിയുടെ കർമ്മവുമായി ബന്ധപ്പെട്ട മിക്ക രചനകളും വിവർത്തനങ്ങളും ആബേൽ അച്ഛൻ എഴുതി തീർത്തു. മലയാള ഭാഷയിൽ ഔദ്യോഗിക ഗ്രന്ഥങ്ങളുടെ അഭാവത്തിന് ആബേൽ അച്ഛന്റെ കൃതികൾ പരിഹാരമാവുകയും പ്രചാരം നേടുകയും ചെയ്തു. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ അച്ഛൻ കാട്ടിയ അനിതര സാധാരണമായ നൈപുണ്യം പാറേക്കാട്ടിൽ പിതാവിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്കും അതുവഴി ആർച്ച് ബിഷപ്പ് ഹൗസിലെ ഒരു മുറി ക്രിസ്ത്യൻ ആർട്സ് എന്ന സംഘടന രൂപീകരിച്ച് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പ്രചരിപ്പിക്കാനും ലഭിച്ചു. ആബേൽ അച്ഛൻ എഴുതിയ 20 ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ഭക്തിഗാനമേളയെ അവതരിപ്പിച്ചുകൊണ്ട് 1969 തുടങ്ങിയ ക്രിസ്ത്യൻ ആർട്സിനെ മലയാളിയുടെ മഹാഗായകൻ യേശുദാസ് കലാഭവൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഗാനമേളയുടെ ഇടവേളകളിൽ മുഷിപ്പൊഴിവാക്കാൻ മിമിക്സ് പരേഡ് എന്ന ആശയം കേരളം ഏറ്റെടുത്തതോടെ കൊച്ചിൻ കലാഭവനും ആബേൽ അച്ഛനും ജനഹൃദയങ്ങളിലേക്ക് കുടിയേറപ്പെട്ടു. ഒട്ടേറെ കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് കലാഭവൻ വേദിയൊരുക്കി. കലാഭവൻ വഴി 20-ലധികം കലാകാരന്മാർ സിനിമാ രംഗപ്രവേശം നേടി. ജയറാം, ദിലീപ്, കലാഭവൻ മണി, സിദ്ദിഖ് ലാൽ, NF വർഗീസ്, സൈനുദ്ദീൻ, ഹരിസ് അശോകൻ, നവാസ്, റഹ്മാൻ, തസ്നിഖാൻ, KS പ്രസാദ്, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, നാരായണൻകുട്ടി, അബി തുടങ്ങി ഒട്ടനവധി പേർ സിനിമാ രംഗത്തെത്തി. ഒരിക്കലും മറക്കാത്ത കുറെ വരികളുമായി 81 വർഷം ജീവിച്ചു മടങ്ങിയ ആബേൽ പെരിയപ്പുറം എന്ന പേര് കലാഭവനുള്ളിടത്തോളമല്ല, കാലമുള്ളിടത്തോളം മലയാളിയുടെ ഉള്ളിൽ ജീവിക്കും.